കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് അബ്ദലി ചെക്ക് പോസ്റ്റ് കടന്നെത്തിയ 2 കിൻഡൽ ഹഷീഷും 2 ലക്ഷം മയക്കുമരുന്ന് ഗുളികകളും പിടികൂടിയത്. കണ്ടെയ്നർ ട്രക്കിൽ വിദഗ്ധമായി ഒളിപ്പിച്ച നിലയിലായിരുന്നു ക്യാപ്റ്റഗോൺ ഗുളികകളും ഹഷീഷ് പൊതികളും. രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിൽ വാഹന പരിശോധന നടത്തിയ അന്വേഷണ സംഘമാണ് മയക്കുമരുന്ന് ശേഖരം പിടികൂടിയത്. ട്രക്ക് ഡ്രൈവറായ ഈജിപ്ത് പൗരനെ ചോദ്യം ചെയ്ത ആന്റി നാർക്കോട്ടിക് വിഭാഗത്തിന് ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ് ലഭിച്ചത്. ഇറാഖിൽ നിന്നാണ് മയക്കുമരുന്ന് കൊണ്ടുവന്നതെന്നും സമാന രീതിയിൽ നേരത്തെ 3 തവണ അബ്ദലി ചെക്ക് പോസ്റ്റ് വഴി തന്നെ മയക്കുമരുന്ന് കുവൈത്തിലെത്തിച്ചതായും ഡ്രൈവർ മൊഴി നൽകിയിരുന്നു. അബ്ദലി ഉൾപ്പെടെയുള്ള രാജ്യത്തെ മുഴുവൻ ചെക്ക് പോയിന്റുകളിലും എക്സ്റേ സ്ക്രീനിംഗ് അടക്കം എല്ലാവിധ പരിശോധനാ സംവിധാനങ്ങളും നിലനിൽക്കെയാണ് വൻതോതിൽ മയക്കുമരുന്ന് ശേഖരം പലതവണയായി അതിർത്തി കടന്നത്. ചെറിയ വസ്തുക്കൾ പോലും എക്സ്റേ സ്ക്രീനിംഗിലൂടെ കണ്ടെത്താൻ കഴിയുമെന്നിരിക്കെ 2 കിൻഡലോളം തൂക്കം വരുന്ന മയക്കുമരുന്ന് എങ്ങനെ രാജ്യത്തേക്ക് കടത്താനായി എന്നതാണ് അന്വേഷണ ഉദ്യോഗസ്ഥരുടെ ചോദ്യം. ഇറാഖ് പോലുള്ള അയൽരാജ്യങ്ങളിൽ നിന്ന് കരമാർഗം മയക്കുമരുന്ന് രാജ്യത്തെത്തിക്കുന്നതിന് കസ്റ്റംസിലെ ചില ഉദ്യോഗസ്ഥർ കൂട്ടുനിൽക്കുന്നുണ്ടെന്ന സംശയമാണ് ഇതോടെ ബലപ്പെട്ടിരിക്കുന്നത്. സംഭവത്തിൽ ഉദ്യോഗസ്ഥരുടെ പങ്ക് അന്വേഷിക്കണമെന്നും കൃത്യവിലോപമുണ്ടായിട്ടുണ്ടെങ്കിൽ കടുത്ത നടപടി സ്വീകരിക്കണമെന്നും ധനമന്ത്രി അനസൽ സ്വാലിഹ് ബന്ധപ്പെട്ട വകുപ്പുകൾക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. മുനീർ അഹമ്മദ്, മീഡിയ 1, കുവൈറ്റ് സിറ്റി.